എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് 2026 വേൾഡ് കപ്പ് ആ ഒരു USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ വെച്ച് നടക്കാൻ പോകുന്ന 2026 വേൾഡ് കപ്പിൽ ആരൊക്കെയാണ് ഫേവറേറ്റ്സ്. ഇതിൽ ഈ ഒരു ടോപ്പിക്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ആരൊക്കെയാണ് ആ ഒരു ചാമ്പ്യന്മാരാകാൻ സാധ്യത ഉള്ളതെന്നുള്ളതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പം ഈ ഒരു ലിസ്റ്റിലുള്ളതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഫ്രാൻസാണ്. ഫ്രാൻസ് നമുക്കറിയാം, കഴിഞ്ഞ 2 വേൾഡ് കപ്പായിട്ട് നല്ല ബീസ്റ്റ് പെർഫോമൻസ് ഫ്രാൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ആവറേജ് സ്ക്വാഡും നല്ലൊരു മാനേജറൊക്കെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട്. അതിൽ തന്നെ ആ ഒരു 2 വേൾഡ് കപ്പിൽ ഒന്ന് അവർക്ക് ചാമ്പ്യൻ ആകാനും കഴിഞ്ഞു. 2 വേൾഡ് കപ്പിൽ അവർ ഫൈനലിലും പ്രവേശിച്ചു. ഈ ഒരു ഖത്തർ വേൾഡ് കപ്പിൽ നല്ലൊരു ആ ഒരു എംബാപ്പൻ്റെ മികവിൽ നല്ല രീതിയിൽ തന്നെ ഒരു ചലഞ്ച് അർജന്റീനക്കെതിരെ കൊടുക്കാനും ഫ്രാൻസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് ഈ ഒരു 2026 വേൾഡ് കപ്പ് എടുക്കാൻ ചാൻസ് ഞാൻ ഏറ്റവും കൂടുതൽ കണക്കാക്കപ്പെടുന്നത് ഈ ഒരു ഫ്രാൻസിനാണെന്നുള്ളതാണ്. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിൻ്റെ സ്ക്വാഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2018 വേൾഡ് കപ്പ് അടിച്ച് എക്സ്പീരിയൻസിൽ ആ ഒരു ഡെസ്ചാംസ് മാനേജറായിട്ടുണ്ട്. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ, അതുപോലെ തന്നെ ച്വാമെനി, അതുപോലെ തന്നെ ഡെംബേലെ, ബലോണ്ടിയർ വിന്നർ ഡെംബേലെ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കീപ്പർ മൈനാൻ എന്ന് പറയുന്ന ഒരു AC മിലാൻ്റെ ഗോൾ കീപ്പറും, അതുപോലെ തന്നെ നല്ല രീതിയിലൊരു ബാക്ക് ട്രയോസും വിങ് ബാക്കുകളൊക്കെ നല്ല ഒരു സെറ്റ് സ്ക്വാഡാണ് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ നമ്മൾ ഇപ്പോൾ എങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് ഈ ഒരു യൂറോ കപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ UEFA നാഷൻസ് ലീഗിലൊക്കെ കളിക്കണ പോലെ ആകില്ല ഫ്രാൻസ് വേൾഡ് കപ്പിലേക്ക് വരുമ്പം ഒരു മാസം ചിലപ്പം ഫ്രാൻസ് നല്ല രീതിയിൽ കളിക്കാനും ചാൻസ് ഉണ്ട്. ഇതിലിപ്പോൾ ഇൻഫോമിലുള്ള ടീമൊക്കെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിന് ഞാനൊക്കെ ഒരു മൂന്നാമത്തെ ഇതിലേക്ക് കൊടുക്കുള്ളൂ. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് അടുത്ത വേൾഡ് കപ്പ് അടിക്കാനുള്ള ചാൻസിൽ ഞാൻ പറയുന്നത് ഈ ഒരു ഫ്രാൻസാണ്. ഇനി രണ്ടാമത്തെ ഒരു ടീം എന്ന് പറയുന്നത് സ്പെയിനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി കണക്കാക്കുന്നത് ഈ ഒരു സ്പെയിനെയാണ്. അതായത് ഈ ഒരു സ്പെയിന് നമുക്കറിയാം ഈ ഒരു യൂറോ കപ്പ് അടിച്ചു. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. നല്ലൊരു യുവനിര അണിനിരക്കുന്ന ഒരു സ്ക്വാഡാണ് സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു ലൂയിസ് എൻറിക്കേൻ്റെ അണ്ടറിലായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പ് സ്പെയിന് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല രീതിയിലൊക്കെ പാസിംഗ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു PSG-യിലും ബാഴ്സലോണയിലൊക്കെ വർക്കായ പോലത്തെ എൻറിക്ക് ബോൾ അവിടെ ഈ ഒരു സ്പെയിൻ നാഷണൽ ടീമിൽ വർക്കാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പുതിയ മാനേജർ അണ്ടറിൽ സ്പെയിൻ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാമിൻ യമാലും അതുപോലെ തന്നെ ഫെഡ്രി, അങ്ങനത്തെ നല്ല രീതിയിലുള്ള പ്ലേയേഴ്സും. ഇനിയിപ്പോൾ നമ്മളെ ഈ ഒരു റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു ഗോൺസാലോ ഗാസിയ എന്ന് പറയുന്ന ആ ഒരു CF-നും കൂടി ആ ഒരു സ്ക്വാഡിലേക്ക് ഇതാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്വാഡ് ആ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു പോസിബിലിറ്റിയുള്ള ടീം തന്നെയാണ് സ്പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത് ചാൻസ് കൽപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ നമുക്കറിയാം, പല ആൾക്കാരും ഈ ഒരു വേൾഡ് കപ്പിലേക്ക് പറയുമ്പോൾ പോർച്ചുഗലിന് കഴിഞ്ഞ വേൾഡ് കപ്പത്തേക്കാട്ടും നല്ല സ്ക്വാഡ് ഈ വേൾഡ് കപ്പിലുണ്ടെന്ന് പറയും. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു 1.5 സ്ക്വാഡ് തന്നെയായിരുന്നു ഈ ഒരു പോർച്ചുഗൽ കളിച്ച ഇത്രയും വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ബെൽജിയത്തിൻ്റെ സ്ക്വാഡ് ഉണ്ടല്ലോ 2018 വേൾഡ് കപ്പിൽ, അതേമാതിരിക്കത്തൊരു ഇതാണ് ഈ ഒരു 2020 ടു ഈ ഒരു കാലഘട്ടം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർച്ചുഗലിനുള്ളത്. അപ്പോൾ പോർച്ചുഗൽ അതുകൊണ്ട് തന്നെ ഈ ഒരു UEFA നാഷൻസ് ലീഗ് നമ്മൾ ഈ ഒരു കൊല്ലം ഈ ഒരു ലാമിൻ യമാലിൻ്റെ സ്പെയിനോട് ജയിച്ച് തൂക്കം നമ്മൾ കണ്ടു. അപ്പം ഈ ഒരു പോർച്ചുഗലിനും നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ഒരു വേൾഡ് കപ്പിനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പെർസെൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 55% ഞാൻ ഒരു ഫ്രാൻസ് അടിക്കാനുള്ള ഒരു ഇതാണ് ഞാൻ പ്രവചിക്കുന്നത്. പക്ഷേ അത്രയൊന്നും ഉണ്ടാവില്ല, ഒരു 20% ഈ ഒരു സ്പെയിൻ അടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ബാക്കി 20% എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് നമ്മളെ പോർച്ചുഗലിനുള്ളതാണ്. ഇനി ബാക്കിയുള്ള 5% എന്ന് പറയുന്നത് അർജന്റീന ആ ഒരു ടൈറ്റിൽ നിലനിർത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ബാക്കി 5% ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അർജന്റീനൻ്റെ ഫോം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ആ രീതിയിലുള്ള അത്ര ഫോമൊന്നുമില്ല. പിന്നെ നമുക്കറിയാം, ലാസ്റ്റ് കോപ്പ അമേരിക്കയൊക്കെ അർജന്റീനയാണ് വിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ നല്ലൊരു കാര്യത്തിൽ എതിരാളികളില്ല. കാരണം 2021 കോപ്പ അമേരിക്ക അർജന്റീന വിൻ ചെയ്തപ്പോൾ അപ്പുറത്ത് ബ്രസീൽ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് 2022 വേൾഡ് കപ്പ് അടിക്കാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി കണക്കാക്കപ്പെട്ട ടീമായിരുന്നു ബ്രസീൽ. പക്ഷേ ആ ഒരു ബ്രസീലിനെ തോൽപ്പിച്ചിട്ടാണ് 2021 കോപ്പ അമേരിക്ക ഈ ഒരു അർജന്റീന ചൂടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 5% ഞാൻ അർജന്റീന ആ ഒരു ടൈറ്റിൽ ഹോൾഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം
ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ്, അതായത് എൻ്റെ ടീം എന്നല്ല, അതായത് എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിനോട് പറയണത്. നമുക്കൊക്കെ ഇങ്ങനെ ഓരോരോ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ ഈ ഒരു ടീം വിൻ ചെയ്യുമെന്ന് തോന്നുമല്ലോ. അങ്ങനെ എൻ്റെ മനസ്സിനോട് പറയണത്, എൻ്റെ ഉൾമനസ്സിനോട് പറയണത് ഈ ഒരു ഫ്രാൻസിന് നല്ലൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ഫ്രാൻസ് വിൻ ചെയ്യൂല, ചിലപ്പോൾ ഈ പറഞ്ഞ 4 ടീമിലും ഉണ്ടാകൂല ഈ അടുത്ത വേൾഡ് കപ്പ് വിന്നർ ആരാന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ 4 ടീമിൽ ഏതെങ്കിലുമൊക്കെ ആകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പല ആൾക്കാരും പറയും ഞാനൊരു ബ്രസീൽ ആരാധകനാണ്, ബ്രസീൽ ആരാധകനായിട്ടും ഞാൻ ബ്രസീൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ബ്രസീൽ അത്ര നല്ല രീതിയിലൊരു കളി ഇത്രയും ഒരു 2022 വേൾഡ് കപ്പിന് ശേഷം അത്ര നല്ലൊരു കളിയൊന്നും ഞാൻ ഈ ഒരു ആൻസലോട്ടി വന്നതിന് ശേഷം അവിടെ കണ്ടിട്ടില്ല. ഇനി ആൻസലോട്ടിക്ക് ചിലപ്പോൾ നമുക്കറിയാം, ആൻസലോട്ടി ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു 2022 ഞാൻ ആ കഥയൊക്കെ കുറേ പറഞ്ഞ് തേഞ്ഞതാണ്. 2021 ഈ ഒരു ആൻസലോട്ടി റയൽ മാഡ്രിഡിലേക്ക് വരുന്നത്. അതിനുശേഷം ആ ഒരു ഫസ്റ്റ് സീസണിൽ ഏറ്റവും ആദ്യം ചാമ്പ്യൻസ് ലീഗ് അടിക്കൂല എന്ന് പറഞ്ഞ ടീമായിരുന്നു ഈ ഒരു റയൽ മാഡ്രിഡ്. ആ റയലിനെ വെച്ച് യൂസിൽ അടിക്കാനും ഈ ഒരു ആൻസലോട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രസീൽ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. എല്ലാ വേൾഡ് കപ്പിലും ബ്രസീൽ ഉണ്ടാവും, ഈ ഒരു വേൾഡ് കപ്പിലും ബ്രസീൽ ഉണ്ടാവും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ നിങ്ങളുടെ പ്രൊഡിക്ഷനൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.